ഗുഡ് മോർണിംഗ് കൊച്ചുറാണി. ഗുഡ് മോർണിംഗ് പിതാവേ. ദൈവത്തിന് സ്തുതി. ആമേൻ. പിതാവേ, ഗുഡ്നസ് ടി വിക്ക് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ വിസ്മയം എന്ന് വിളിക്കാൻ തക്ക വിധത്തിൽ ലോകജനതയെ ഇത്രയേറെ സ്പർശിച്ച മറ്റൊരു വ്യക്തിത്വമില്ല എന്ന് പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് മുതൽ അന്നത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് പിതാവ്. അതുകൊണ്ട് അന്നു മുതൽ തന്നെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒപ്പം സഞ്ചരിച്ച്, ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ സഞ്ചരിച്ച് കാണുമായിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചില പോസിറ്റീവായിട്ടുള്ള ചില ഗുണങ്ങൾ പിതാവിന് വ്യക്തിപരമായി ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കരുതുന്നത്. അക്കാര്യങ്ങളൊക്കെ ഒന്ന് ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദമാക്കാമോ? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊച്ചുറാണി പറഞ്ഞതുപോലെ തന്നെ ഒരു വിസ്മയമാണ്. പരിശുദ്ധ പിതാവിനെ ഞാൻ ആദ്യം അറിയുന്നത് വാസ്തവത്തിൽ കോൺക്ലേവ് കാലത്താണ്. അതിനു മുമ്പേ ഒരു നേരിയ അറിവുണ്ടായിരുന്നു. അതായത് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അപ്പരിശീത എന്ന ഒരു ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചായിരുന്നു. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ എല്ലാ രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കും ആത്മായ ലോകത്തിനുമൊക്കെ നവീകരണം വരുത്തിയ ഒരു വലിയ സംരംഭമാണ്. അത് പാപ്പാ ശുശ്രൂഷയിലും പിന്നീട് വളരെയേറെ പ്രതിഫലിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അതേപ്പറ്റി അങ്ങനെ കേട്ടിട്ടുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പരിശുദ്ധ ബെനഡിക്റ്റ് പാപ്പായെ തിരഞ്ഞെടുത്ത കാലത്തും ഈ ഹോർഖിയോ ബെർഗോളിയോ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കർദിനാളായിരുന്നു. ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജി സമർപ്പിച്ചതിന് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനങ്ങളോട് സംസാരിച്ച ആ സന്ദർഭത്തിൽ കർദിനാളന്മാരെല്ലാം ഒരു വശത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് കർദിനാൾ ജോർജിയോ ബെർഗോളിയോയുടെ ഇടതുവശത്ത് ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയൊക്കെ വളരെയേറെ പിന്നീട് ആളുകൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഏതായാലും പരിശുദ്ധ പിതാവ് കോൺക്ലേവിൽ വന്ന നിമിഷം മുതൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും ഉണ്ടായ കാര്യങ്ങളെല്ലാം ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ വേഷവിധാനങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മുറിയിലേക്ക് പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ വേഷങ്ങളും അദ്ദേഹം സ്വീകരിച്ചില്ല. ഉദാഹരണത്തിന് മാർപ്പാപ്പാമാർ പരമ്പരാഗതമായി ധരിച്ചിരുന്ന ചുമന്ന നിറമുള്ള ഷൂസിന് പകരം അദ്ദേഹം നേരത്തെ ധരിച്ചിരുന്ന ബ്ലാക്ക് ഷൂസ് തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റു രീതിയിലുള്ള പരമ്പരാഗത വേഷങ്ങളൊന്നും സ്വീകരിക്കാതെ വെള്ളയുടുപ്പും വെള്ള തലക്കെട്ടുമായിട്ട് വരികയാണ് ചെയ്തത്. പിന്നീട് പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ സാവോ പൗളോയിലെ കർദിനാളായിരുന്ന കർദിനാൾ ഹ്യൂഗസ് അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞു, പാവങ്ങളെ മറക്കരുത്. അപ്പോൾ ആ ഒരു ചിന്ത പാപ്പായുടെ മനസ്സിലുണ്ടായിരുന്നു. തന്നെയുമല്ല, പാപ്പ എടുത്ത പേര് ഫ്രാൻസിസ് എന്നാണ്. അപ്പോൾ ഒരു ജസ്വീറ്റ് കർദിനാളായിരുന്നതുകൊണ്ട് കർദിനാളന്മാരെല്ലാം ചിന്തിച്ചു അത് ഫ്രാൻസിസ് സേവർ ആയിരിക്കുമെന്ന്. എന്നാൽ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഫ്രാൻസിസ് അസീസിയുടേതാണ്. അപ്പോൾ അസീസി പുണ്യവാൻ്റെ ലാളിത്യം, ദാരിദ്ര്യം, പ്രകൃതി സ്നേഹമെല്ലാം അദ്ദേഹത്തിൽ നേരത്തെ തന്നെ രൂഢമൂലമായിരുന്നതാണ്. അത് പിന്നീട് പാപ്പാ ശുശ്രൂഷയിലും പ്രതിഫലിച്ചെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഊർബി എത്ത് ഓർബി എന്ന് പറഞ്ഞാൽ ലോകത്തിനും നഗരത്തിനും വേണ്ടിയിട്ടുള്ള ആശീർവാദം കൊടുക്കുന്നതിനായിട്ട് ജനാലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ആദ്യം ചെയ്തത് തലകുനിച്ച് നിന്ന് ജനങ്ങളുടെ ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. ഇതെല്ലാം വളരെയേറെ ശുഭസൂചകമായിട്ടുള്ള അടയാളങ്ങളായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്തു നിന്ന്. മറ്റൊരു വസ്തുത, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം
കോൺക്ലേവിൻ്റെ നടുക്കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ ബോംബെയിൽ നിന്നുണ്ടായിരുന്ന അന്നത്തെ കർദിനാൾ ഐവൻ ഡയസ് പിതാവിൻ്റെ അടുത്ത് ചെന്ന് അഭിവാദനങ്ങൾ അർപ്പിച്ചു. കാരണം അദ്ദേഹം വീൽ ചെയറിലാണ് വന്നിരുന്നത്. അങ്ങനെ ഒരു സ്നേഹപ്രകടനം, അതായത് ഏതെങ്കിലും രീതിയിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള മനോഭാവം പരിശുദ്ധ പിതാവിൻ്റെ പ്രകൃതി സ്വഭാവത്തിൽ ഉണ്ട്. പക്ഷെ പിതാവ് ഒരു വശത്ത് ഇങ്ങനെ നമുക്ക് പാവങ്ങളുടെ പക്ഷം ചേരുന്നു, അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കുന്നു, ഈ ജനകീയ മുഖം, ഈ ഫ്രാൻസിസ് അസീസിയുടെ സ്പിരിച്വാലിറ്റിയൊക്കെ പറയുമ്പോഴും മറുവശത്ത് സഭയുടെ ചില കാര്യങ്ങളിൽ നല്ലൊരു കർക്കശ മനോഭാവവും സ്ഥിരമായ ചില നിലപാടുകളും പലപ്പോഴും ഞാൻ ദർശിച്ചിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അത് നേതൃത്വത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. ഒരു വശത്ത് ജനകീയമാകുക, മറുവശത്ത് കർക്കശമാവുക. ഈ രണ്ടും കൂടി ചേർന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അനുഭവം എന്താണ്? അത് കൊച്ചറാണി പറഞ്ഞത് തികച്ചും ശരിയാണ്. കാരണം അതുതന്നെ ആയിരിക്കണം ഒരു പാപ്പാ ശുശ്രൂഷയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഒരു മെത്രാൻ ശുശ്രൂഷയുടെ സ്വഭാവം എന്ന് പരിശുദ്ധ പിതാവിന് പരിപൂർണമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ ദൈവശാസ്ത്രജ്ഞന്മാരും സഭയെ സ്നേഹിക്കുന്നവരും ശ്ലാഘിക്കുന്നതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. പരിശുദ്ധ പിതാവ് വാസ്തവത്തിൽ പ്രഥമത നേരിട്ട പ്രശ്നം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെന്ന് വേണമെങ്കിൽ പൊതുവിൽ പറയാം, മറ്റ് രാജ്യങ്ങളിലും നേരിയ അളവിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ ലൈംഗിക ആക്രമണങ്ങൾക്കെതിരെയുള്ള ലോകത്തിൻ്റെ ഒരു വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു. അത് വൈദികരുടെ ഭാഗത്തു നിന്നും സമ്മതപ്രദരുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ടുണ്ടായി. സഭയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജി സമർപ്പിച്ചത് തന്നെ. അക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള മറ്റൊരു പാപ്പ വന്ന് സഭയെ നയിക്കട്ടെ എന്നൊരു വിനയ മനോഭാവത്തോടെയാണ് ബെനഡിക്റ്റ് പാപ്പ സ്ഥാനമൊഴിയുന്നത്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ വന്ന പാപ്പ ആ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് പ്രഖ്യാപിച്ച് സഭയെ രക്ഷിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ 0 ടോളറൻസ് ലെവല് പൊതുജനത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തായിരുന്നു, പ്രത്യേകിച്ച് സഭയുടെ ചില ശക്തമായ ചില നിലപാടുകളിലൂടെ. പക്ഷെ അപ്പുറത്തുകൂടി നമ്മൾ മറുവശവും കാണുവാണ്, എല്ലാവരും ചേർത്ത് പിടിക്കുക, സഭയോടൊത്ത് നടത്തുക, നമ്മൾ സഭയോടൊപ്പം ഫീൽ ചെയ്യുക, തിങ്ക് സെന്തേരോ കൊമ്മിക്ലേസിയോ എന്നൊക്കെ പറയല്ലേ, ടു ഫീൽ വിത്ത് ദ ചർച്ച്, ടു തിങ്ക് വിത്ത് ദ ചർച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ യൂത്ത് സിനഡ് നടത്തുന്നു. അതിനെ തുടർന്ന് ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള അപ്പസ്തോലിക പ്രബോധനം ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ വനിതകൾക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി എല്ലാവരും ചേർത്ത് ഇപ്പം തന്നെ സിനഡ് നടത്തി, സിനഡ് ഓൺ സിനഡാലിറ്റി. അതിനുശേഷം തന്നെ ഇപ്പോൾ ജൂബിലി ഇയറിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുടുംബങ്ങൾ വരിക, സന്യസ്തർ വരിക, യുവജനങ്ങൾ വരിക, എല്ലാവരും റോമിലേക്ക് വരിക. അപ്പോൾ സഭയോട് ചേർത്ത് നിർത്തുക, നമ്മൾ പാർട്ടിസിപ്പേറ്ററി ചർച്ച എന്നൊക്കെ പറയുന്നത് പോലെ സഭയിലുള്ളൊരു പങ്കാളിത്തം ഉറപ്പിക്കാൻ വേണ്ടി പാപ്പ ഒത്തിരി ശ്രമിക്കുന്നില്ലേ? ഉണ്ട്, അത് ശരിയാണ്. പരിശുദ്ധ പിതാവ് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ തിന്മയെ ചേർത്ത് പിടിക്കുന്നില്ല. തിന്മ ചെയ്യുന്നവരെ തെറ്റുതിരുത്തി സഭയിലേക്ക് വരുവാനുള്ള ഒരു ആഹ്വാനം അദ്ദേഹം നിരന്തരം നിർവഹിക്കുന്നുണ്ട്. അതാണ് ചേർത്ത് പിടിക്കലിൻ്റെ ശരിയായ സ്വഭാവം. തിന്മ ചെയ്യുന്നവരുടെ തിന്മയെ ബോധ്യപ്പെടുത്തി ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനോഭാവം അവരിൽ സൃഷ്ടിച്ച് അവരെ ചേർത്ത് പിടിക്കുക, അതാണ് പരിശുദ്ധ പിതാവ്. അത് ഈ വീൽ ചെയറിലൊക്കെ വരുന്നവരെയൊക്കെ, പ്രത്യേകിച്ച് ബുധനാഴ്ച ഓഡിയൻസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് ഊഷ്മളമായൊരു വരവേൽപ്പ് ഏത് സാധാരണക്കാരനും എല്ലാവർക്കും പാപ്പ ഞങ്ങളുടേതാണെന്നൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ പിതാവിലെ ഈശോമിശിഹായുടേതായിട്ടുള്ള ഒരു വലിയ ചിത്രമാണ്. ഹി വാസ് ആക്ടിങ് ലൈക്ക് ജീസസ്. കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ ഭൂരിഭാഗം സമയം രോഗികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. ആരംഭഹീനരെയൊക്കെ ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തവരെ ആശ്വസിപ്പിക്കും. അല്ലെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈശോമിശിഹായുടെ സ്നേഹസാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ആ സ്നേഹവും കാരുണ്യവും പ്രഘോഷിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ പാപ്പാ ശുശ്രൂഷ നിർവഹിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് കാരുണ്യം എപ്പോഴും എടുത്തു പറഞ്ഞിരുന്നത്. മേഴ്സി, ആദ്യ പ്രസംഗത്തിൽ തന്നെ എടുത്തു പറഞ്ഞ വാചകമാണ് മേഴ്സി. നമ്മൾ കാരുണ്യപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറണമെന്ന്.
അപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുന്നതിൽ പരിപൂർണമായിട്ട് സഭയെ സഹായിച്ച പാപ്പായാണ് ഫ്രാൻസിസ്. അത് നമുക്കൊരു കാലം മറക്കാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി കൂരിയായുടെ പരിഷ്കരണമായിരുന്നു. ബെനഡിക്റ്റ് 16 പാപ്പായും റോമൻ കൂരിയായെക്കുറിച്ച് അസംതൃപ്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് മീലായിട്ട് എന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു. അതും അത്ര വിജയിക്കുന്നില്ലെന്ന് ബെനഡിക്റ്റ് പാപ്പായ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് റോമൻ കൂരിയായെ പരിഷ്കരിക്കണമെന്നുള്ള വലിയൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതും പിന്നീട് തുടർന്നതും അത് ഏറെക്കുറെ പൂർത്തിയാക്കി. ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഹി വാസ് എ സക്സസ് പേഴ്സൺ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പരിശുദ്ധ പിതാവ് പാപ്പാ ശുശ്രൂഷയെ ജനകീയമാക്കിയവനാണ്. ഓക്കെ, വെരി ഗുഡ്. ജീസസ് വാസ് വിത്ത് ദ പീപ്പിൾ ഓൾവേസ്. ഹി വാസ് നോട്ട് എവേ ഫ്രം ദ പീപ്പിൾ. എപ്പോഴും ജനങ്ങളോടുകൂടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളോട് സംസാരിക്കുന്നു, അവർക്ക് നന്മകൾ ചെയ്യുന്നു, അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അവരെ മലമുകളിൽ വെച്ചും സമതലത്ത് വെച്ചും കടൽ തീരത്ത് വെച്ചുമൊക്കെ നീണ്ട പ്രഭാഷണങ്ങളിലൂടെ ശരിയായ രക്ഷാകര ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നു, അവരെ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുതന്നെയായിരുന്നു പരിശുദ്ധപിതാവിൻ്റെയും സമീപനം. പക്ഷെ അതോടൊപ്പം തന്നെയുണ്ടല്ലോ, ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അഭയാർത്ഥികളോടുള്ള സമീപനം അത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ശരിയാണ്. അത് നമ്മൾ എങ്ങനെ വായിച്ചെടുക്കും? അപ്പോൾ അതേ നാം മനസ്സിലാക്കേണ്ടത് പ്രകാരമാണ്. കർത്താവായ ശംശിയായ്ക്ക് അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് യഹൂദരെയും സമറിയാക്കാരെയും ഗ്രീക്കുകാരെയും ചേർത്ത് പിടിച്ചവനാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള സകല വംശജരെയും സകല ജനപദങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടവനാണ് ഒരു പാപ്പ. ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രത്യേകമായിട്ടുള്ളതുണ്ടെങ്കിൽ അവിടുത്തെ സമൂഹവും അവിടുത്തെ സഭാ നേതൃത്വവുമാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. സഭയുടെ പൊതുവായ സന്ദേശമാണ് പാപ്പ കൊടുക്കുന്നത്. അപ്പോൾ പാപ്പായെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും ഏത് ഭാഷ സംസാരിക്കുന്നവരും ഏത് രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്നവരും സ്വന്തമാണ്. ആ സ്വന്തം എന്നുള്ള മനോഭാവത്തോടുകൂടിയാണ് പരിശുദ്ധതാവ് തൻ്റെ പൊതു സന്ദേശം നൽകിയിട്ടുള്ളത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, കർദിനാളുമാരുടെ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ സഭാ തലവന്മാരുടെ സഭകളുടെ തലവന്മാരുടെ സമ്മേളനത്തിലൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ചില പ്രത്യേക വംശജരെക്കുറിച്ച് പ്രത്യേക മതക്കാരെക്കുറിച്ച് ഒക്കെ പരിശുദ്ധൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതേക്കുറിച്ച് നേരിട്ട് മറുപടി പറയാതെ പൊതുവായി നമ്മൾ എടുക്കേണ്ട സമീപനത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചിരുന്നത്. പരിശുദ്ധ പിതാവിനെ ആരോടും കാലുഷ്യമുണ്ടായിരുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് കണ്ടിരുന്നത്. അതാ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ആ മുഖത്തത് പ്രതിഫലിക്കും. അദ്ദേഹത്തിൻ്റെ കടാക്ഷവും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും എല്ലാം അത് വ്യക്തമാക്കുന്നതായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം അതിൻ്റെ കാതലിൽ സന്തോഷമാണെന്നാണ് പാപ്പായുടെ ബോധ്യം. അതുകൊണ്ടാണ് അതാണ് ജോയ് ഓഫ് ദ ഗോസ്പൽ, എവഞ്ചേലി ഗൗദിയം. അപ്പോൾ ആ ഒരു ചാക്രിക ലേഖനത്തിലൂടെയും അത് വ്യക്തമാക്കി. സുസ്മരവദനായിരുന്നു പാപ്പ. എന്നാൽ പ്രശ്നങ്ങൾ തന്നെ അലട്ടുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് പറയുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ പരിശുദ്ധ പിതാവ് ചിന്താമഗ്നനായിരിക്കുന്നത് അല്ലെങ്കിൽ അല്പം ദുഃഖിതനായിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിതാവിന് നേരിട്ട് കണ്ട അനുഭവങ്ങളും ഉണ്ടല്ലോ. പൊതുവേദിയിൽ തന്നെയും ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ അർപ്പിക്കാൻ വരുമ്പോൾ വളരെയേറെ ഒരു ദുഃഖിത മുഖമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് എപ്പോഴും സുവിശേഷത്തിൻ്റെ സന്തോഷമാണ്. കാരണം കർത്താവായ ഈശോ മിശിഹാ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സന്തോഷം നൽകാനായിട്ട്, സമാധാനത്തിലേക്ക് നമ്മെ നയിക്കാനാണ്. അപ്പോൾ ആവക സദ്വികാരങ്ങളുടേതായിട്ടുള്ള ഒരു സംശയമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ വൈകാരിക ജീവിതം. അത് നമുക്കെപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ശിരസിൽ ചുംബിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചില വികൃതികൾ കാണിച്ചാൽ അത് സ്വാഭാവികമായിട്ട് എടുക്കുന്നു. ഒരിക്കൽ പരിശുദ്ധ പ്രസംഗിച്ചപ്പോൾ ഒരു കുഞ്ഞ് പരിശുദ്ധൻ്റെ സ്ഥാനത്തുള്ള ചെയറിൽ ചെന്ന് ഇരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് നോക്കി പരിശുദ്ധ പുഞ്ചിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എടുക്കാനും അങ്ങനെ കുഞ്ഞ് കയറിയപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട്
പരിശ്രമിച്ചവരോടും കൈ കാണിക്കുകയാണ് പരിശുദ്ധ പിതാവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാഭാവികതയും ജനകീയതയും പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയാണ്. ഒരർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിലെ, അതായത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ സഭയെയും സമൂഹത്തെയും കവർന്നെടുത്തവനാണ് പരിശുദ്ധ പിതാവ്. അത് വ്യക്തിപ്രഭാവമാണ്. ആ വ്യക്തിപ്രഭാവത്തിൽ നിന്നും വന്ന പ്രവർത്തന ശൈലിയാണ്. അത് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. കാരണം ഓരോ കാലഘട്ടത്തിനും യോജിച്ച തൻ്റെ പത്രോസിൻ്റെ പിൻഗാമിയെ ദൈവമായ കർത്താവ് ആണ് തിരഞ്ഞെടുക്കുന്നത്. കർദിനാളന്മാരിലൂടെ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. ഒരു പാപ്പായുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാവരും ഒരുപോലെ സ്തുതിച്ചെന്നിരിക്കുകയില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലും നടന്നിട്ടില്ല. പക്ഷേ ഈ വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പ മുതൽ ഈ ജനകീയതയുടെ മുഖം സഭയിൽ വരാൻ തുടങ്ങി, സഭയിൽ പ്രകടമായി കാണപ്പെട്ടു. അതുകൊണ്ടാണ് വത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ ആ ജനലുകൾ തുറന്നിട്ട് കാറ്റ് പ്രവേശിക്കട്ടെ എന്നുള്ള ഒരു നർമ്മബോധത്തോടെയുള്ള പ്രസ്താവന ജോൺ 23-ാമൻ പാപ്പ നടത്തിയത്. പിന്നീട് അജോർണമെന്തോ, സഭയുടെ അധുനാതനീകരണം, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആ പാപ്പായിൽ നിന്നുണ്ടായി. ജോൺ 23-ാമൻ പാപ്പായുടെ പാത്രിയാർക്കീസ്മാരുമായിട്ടുള്ള ആ സംവാദങ്ങൾ, പോൾ 6-ാമൻ മാർപ്പാപ്പ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പതിവ് തുടങ്ങിയത്, പിന്നീട് ജോൺ പോൾ 2-ാമൻ പാപ്പ അത് കൂടുതൽ വിപുലീകരിച്ചത്, ഇപ്പോൾ ബെനഡിക്റ്റും പാപ്പായും ഇപ്പോഴത്തെ പാപ്പായുമെല്ലാം അത് തുടർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സഭ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളോടൊപ്പമാണ് സഭ ആയിരിക്കുന്നതെന്നുള്ള ബോധ്യം സഭ കൊടുക്കുകയാണ്. പിന്നെ പരിശുദ്ധ പിതാവിൻ്റെ ആ പ്രേഷിത ദൗത്യത്തിലുള്ള ഒരു സവിശേഷതയാണ് മെത്രാന്മാരായാലും വൈദികരായാലും സമർപ്പിതരായാലും അൽമായരായാലും സഭയിൽ തുല്യ പ്രാധാന്യമുള്ളവരാണ്. മാമോദീസായിലൂടെ വരുന്ന ആ തുല്യത അത് എല്ലാ കാര്യങ്ങളിലും പുലർത്തണമെന്നുള്ളതിൽ പരിശുദ്ധ പിതാവിന് നിർബന്ധമായി. അത് കർത്താവായ ഈശോ മിശിഹ തന്നെ നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ്. ശിഷ്യന്മാരെ എപ്പോഴും ജനങ്ങളോട് കൂട്ടത്തിലിരുത്തിയാണ് കർത്താവ് പ്രബോധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞ കാര്യങ്ങൾ പിന്നീട് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു ഹൈറാർക്കി അത് പരിശുദ്ധ പിതാവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വൈദികരും മെത്രാന്മാരും സമർപ്പിതരും ജനങ്ങളോടൊപ്പമായിരിക്കണം, ജനങ്ങൾ അവരോടൊപ്പവുമായിരിക്കണം. അപ്രകാരമുള്ള ഒരു പരസ്പര തുല്യതയുടെയും സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെതുമൊക്കെ ആയിട്ടുള്ള ഒരു ശൈലി പരിശുദ്ധ പിതാവ് സൃഷ്ടിച്ചു. അതിനുവേണ്ടിയാണ് ഈ അവസാനം 2 സിനഡുകൾ റോമിൽ നടത്തിയത്. ടു വാക്ക് വിത്ത് ജീസസ്, എല്ലാവരും ഒന്നിച്ച് നടക്കുക എന്നുള്ള ആ വലിയ സന്ദേശം അത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉദാഹരണം എടുത്തു വെച്ച് അവതരിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. പിന്നീട് അത് എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. സഭയുടെ സാധാരണ അജപാലന പ്രവർത്തനങ്ങളിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എല്ലാം ഈ സംഘാതാത്മകത ഉണ്ടാകണം. അതിപ്പോൾ സഭയിൽ വളരെയേറെ പ്രാവർത്തികമായിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലെ സഭയിൽ, കേരളത്തിലെ സഭയിൽ, സിറോ മലബാർ സഭയിൽ ഒക്കെ ഇത് വളരെയേറെ സജീവമായി കഴിഞ്ഞു. ഈ വൈദിക അൽമായ സഹകരണം, ഒന്നിച്ചുള്ള പോക്കൊക്കെ നാം ആരും ഇപ്പോൾ ഒരാൾ മറ്റൊരാളുടെ മേലാണെന്ന് ചിന്തിക്കുന്നില്ല. ആ ഒരു ചിന്തയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ആരും ആരുടെയും മേലല്ല, എല്ലാവർക്കും സഹശുശ്രൂഷകനാണ്. അങ്ങനെയുള്ള ആ ശുശ്രൂഷയുടേതായിട്ടുള്ള യഥാർത്ഥ സ്വഭാവം ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ പരിശുദ്ധ പിതാവ്. അതൊരു രക്ഷയുടെ സന്തോഷമാണത്, അല്ലേ? രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരുടെ ഒപ്പം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മതാന്തര സംവാദങ്ങൾക്കും സർവമത സമ്മേളനങ്ങൾക്കും എക്യുമിനിസത്തിനും ഒക്കെ ഒത്തിരി പ്രാധാന്യം നൽകുന്ന വേദികൾ വത്തിക്കാനിൽ സൃഷ്ടിക്കുകയും മറ്റു പലയിടത്തും പങ്കെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ശൈലിയെക്കുറിച്ച് എന്താണ് പിതാവിന് പറയുന്നത്? ഈ ശൈലി പരിശുദ്ധ പിതാവ് സൃഷ്ടിക്കുന്നത് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിശ്വാസികളും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും
ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നാം അങ്ങനെയുള്ള സഹവർത്തിത്വത്തിൽ നിന്ന്, ഒന്നിച്ചിട്ടുള്ള ചർച്ചകളിൽ നിന്ന്, ഒന്നിച്ചുള്ള സമ്മേളനങ്ങളിൽ നിന്നെല്ലാം പരസ്പരം കൈമാറുന്ന ആശയങ്ങളും ജീവിതശൈലികളും നമ്മെ സമന്വയിപ്പിക്കും, നമ്മെ ഐക്യത്തിലേക്ക് കൊണ്ടുവരും. മനുഷ്യവംശത്തിന് തന്നെ ഒരൈക്യമുണ്ട്. സഭകൾക്കുള്ളിൽ ഒരൈക്യം ഉണ്ടാകണം. ഓരോ സഭയിലും ഒരൈക്യമുണ്ട്. ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം കൈകോർത്ത് പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവം വിഭാവനം ചെയ്യുന്ന ഐക്യം സഭയിലും സമൂഹത്തിലും സംജാതമാകുകയുള്ളൂ. അതുകൊണ്ട് ആരും ആരുടെയും മേലല്ല, എല്ലാവരുടെയും ശുശ്രൂഷകരാണെന്നുള്ള ആ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ആളാണ് പാപ്പ. രോഗശൈലിയിലായിരുന്നപ്പോൾ ആരോ ചെന്ന് ഹോളി ഫാദർ, പരിശുദ്ധ പിതാവേ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഹോളി സൺ എന്ന് പ്രതികരിച്ചു, പരിശുദ്ധ മകനെ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവരെ എപ്രകാരം പരിശുദ്ധ പിതാവ് കാണുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിനെ ഇപ്രകാരമുള്ള ഒരു സവിശേഷ വ്യക്തിത്വത്തിൻ്റെയും പാപ്പാ ശുശ്രൂഷയുടെയും ഉടമയായിട്ട് ലോകം അംഗീകരിക്കും, സഭാമക്കൾ മനസ്സിലാക്കും. അത് പിന്നീട് പഠനത്തിനും ഗവേഷണത്തിനും വിഷയമാകുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കത്തോലിസിസം എന്ന് പറയുന്ന പോലെ പൗരസ്ത്യ സഭകളുടെ തനിമയും സ്വത്വവും നിലനിർത്താനും വളർത്താനും മാർപ്പാപ്പ എന്നും ഉത്സാഹം കാണിക്കുമായിരുന്നു, പ്രചോദിപ്പിക്കുമായിരുന്നു. നമുക്ക് തന്നെ നമ്മുടെ സിറോ മലബാർ സഭ എടുക്കുകയാണെങ്കിൽ സിറോ മലബാർ സഭയുടെ ഒരു ആഗോള വ്യാപനം നമുക്ക് മെൽബണിൽ രൂപത കിട്ടിയത്, ചിക്കാഗോയിൽ, ഇപ്പോൾ ഗൾഫിൽ നമുക്ക് അതിൻ്റെ ഏതാണ്ട് തുടക്കം കുറിച്ചു. അങ്ങനെ ഒരു ആഗോള വ്യാപനത്തിലും പരിശുദ്ധ വളരെയധികം ശ്രദ്ധ ചെലുത്തി അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്ന അനുഭവങ്ങളും കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, പരിശുദ്ധ പാപ്പായാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ റോമൻ കുര്യായുടെ പ്രവർത്തനത്തിൽ ഒത്തിരിയേറെ അധികാര മനോഭാവമുണ്ടെന്നും ചെയ്യേണ്ട നന്മകൾ താമസിപ്പിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സഭയുടേതായ തനതായ വളർച്ചയ്ക്ക് വേണ്ടി അഭിമന്യ പിതാക്കന്മാർ അത് പണ്ട് മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു സഭ സ്വയം ശാസിത സഭയായി തീർന്നപ്പോൾ, സൂയി ജൂരിസ് ചർച്ചായി തീർന്നപ്പോൾ, പടിയർ പിതാവിൻ്റെ കാലത്തും അഭിനന്ദ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ കാലത്തും ഒക്കെ നമ്മുടെ സിനഡ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിശക്തമായിട്ട് കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ് മുന്നോട്ട് വെച്ച ആശയങ്ങളിലൊന്നാണ് നമ്മുടെ ഫരീദാബാദ് രൂപതയുടെ സ്ഥാപനം. അത് ഉണ്ടായി കാണുവാനുള്ള ഒരാഗ്രഹം വർക്കി പിതാവിന് ഉണ്ടായിരുന്നു, പക്ഷെ അത് ലഭിച്ചില്ല. പിന്നീട് ആണ് അതിന് അംഗീകാരം റോമിൽ ലഭിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവനിലും സുവിശേഷവൽക്കരണത്തിനുള്ള സ്വാതന്ത്ര്യം അതെ. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ളവർ താമസിക്കുന്ന യൂറോപ്പ്, പിന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപത നേരത്തെ ലഭിച്ചിരുന്നു. ഓസ്ട്രേലിയ, കാനഡ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സഭാപരമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുകയും എഴുതുകയും ചെയ്തിരുന്നതാണ്. അതൊക്കെയാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഒരു ചിന്ത പരിശുദ്ധ പിതാവിന് ലഭിച്ചത്. അതുകൊണ്ട് അവയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ സിനഡിനോടൊപ്പം വ്യക്തിപരമായ അഭ്യർത്ഥനകൾ വയ്ക്കുകയും അവയെക്കുറിച്ച് സമർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരിശുദ്ധ പിതാവ് വ്യക്തിപരമായിട്ട് ഇടപെട്ട് അതിനോട് ഉത്തരവാദിത്വപ്പെട്ട കർദിനാൾമാരോട് പറഞ്ഞു അത് കാര്യങ്ങൾ നീക്കി നടപ്പിലാക്കുവാനായിട്ട്. അങ്ങനെ അത് നടപ്പിലാക്കുവാൻ അദ്ദേഹം എടുത്ത ആ ശ്രദ്ധയുടെ പിന്നിൽ റോമൻ കുര്യായുടെ പ്രവർത്തനത്തിൻ്റെ ഈ മെല്ലപ്പോക്ക് പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാര്യങ്ങൾ ദ്രുതഗതിയിൽ എന്നാൽ വേണ്ടത്ര ചിന്തയോടും വിവേകത്തോടും കൂടി നടക്കണമെന്നുള്ളത് പരിശുദ്ധ പിതാവിൻ്റെ ഒരു ശൈലിയാണ്. അതിനനുസരിച്ച് നമ്മുടെ സഭയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സഭകളിൽ, പൗരസ്ത്യ സഭകളിലും റോമൻ കത്തോലിക്ക ലാറ്റിൻ സഭയിലും അത് നിറവേറി എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി പരിശുദ്ധാവ് എപ്പോഴും ചെയ്യുമായിരുന്നു. ഞാനൊരു കാര്യം ഈ തലത്തിൽ ചെന്ന് അവതരിപ്പിച്ചപ്പോൾ പരിശുദ്ധാവ് എന്നോട് നേരിട്ട് ചോദിച്ചതാണ്, ഞാൻ ഇക്കാര്യം സാൻഡ്രി പിതാവിനോടാണോ അതോ ഫിലോണി പിതാവിനോടാണോ ചോദിക്കേണ്ടത്? ഫിലോണി പിതാവ് അന്ന് എവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ
ജനതകളുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫക്റ്റായിരുന്നു. സാൻട്രി നമ്മുടെ പൗരസ്യ കാര്യാലയത്തിൻ്റെയും. അപ്പോൾ ഇവരെല്ലാം ആരോടാണ് ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞ് ഞാനത് ആരോട് പറയണമെന്നുള്ളത് വ്യക്തമാക്കിയപ്പോൾ അതുപോലെ തന്നെ പറയുകയും അതിൻ്റെ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്രകാരമുള്ള വ്യക്തിപരമായ ഒരു ഇടപെടൽ പരിശുദ്ധ പിതാക്കന്മാർക്ക് പതിവില്ലാത്തതായിരുന്നു. എന്നാൽ അത് ഫ്രാൻസിസ് പാപ്പ ചെയ്തു. സാധിച്ചു. ഫ്രാൻസിസ് പാപ്പ ലോകം മുഴുവനിലുള്ള സഭയെ കണ്ടത് ഒരു നല്ല മെത്രാൻ തൻ്റെ ഒരു രൂപതയെ കാണുന്നത് പോലെയാണ്. ഒരു നല്ല മെത്രാൻ തൻ്റെ രൂപതയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വൈദികരെയും സമർപ്പിതരെയും അൽമാരെയും എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതായിരിക്കും ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുതന്നെയായിരിക്കും പ്രാർത്ഥനയുടെ വിഷയവും. അങ്ങനെയുള്ള പരിശുദ്ധ പിതാവ് ഈ സഭയെ മുഴുവൻ തൻ്റെ രൂപത പോലെ കണ്ടു. എന്ന് വെച്ചാൽ സഭയെ ഏകയോഗമായി എല്ലാ ആവശ്യങ്ങളിലും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്ത പരിശുദ്ധ പിതാവിന് സഹജമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിച്ചത്. അത് വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു എന്നു പറയാം. ഫരീദാബാദ് രൂപത മുതൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പരാമർശിക്കുന്ന ആ നല്ല കാര്യങ്ങളെല്ലാം ഈ സഭയ്ക്ക് വന്നതും ഈ സഭയുടെ സ്വയംഭരണാധികാരത്തിൻ്റെ ശരിയായ ഒരു സ്വഭാവം ഇത്രയേറെ വളർന്നത്. ഇനിയും ഇതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരികയും പോവുകയും ഐക്യത്തോടും സമാധാനത്തോടും കൂടി അത് നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. പരിശുദ്ധ പിതാവിന് നമ്മുടെ സഭയെക്കുറിച്ച് നല്ല അറിവുണ്ടായി. നമ്മുടെ സഭയിലെ വൈദികരും സമർപ്പിതരും അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ നിന്ന് ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന മെത്രാന്മാരുടെ ശുശ്രൂഷകളും എല്ലാം പരിശുദ്ധ പിതാവിന് നന്നായിട്ട് അറിയായിരുന്നു. അതേക്കുറിച്ച് എന്നോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിവനുസരിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടത്ര അംഗീകാരം സാർവത്രിക സഭയുടെ കൂട്ടായ്മയിൽ ഇല്ല എന്നുള്ള ബോധ്യവും പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ അത് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് വിശുദ്ധർ നാമകരണം ചെയ്യപ്പെടുന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ, വിശുദ്ധ എഫ്രാസ്യാമ, വിശുദ്ധ മൗദന്ത്യശ്യാമ, അതുകൂടാതെ വാഴ്ത്തപ്പെട്ടവർ, പിന്നെയും വിശുദ്ധ പദവിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരുന്ന അപേക്ഷകൾ, ഇതെല്ലാം പരിശുദ്ധാവിനറിയാം. അപ്പോൾ ഇത്രയേറെ വിശുദ്ധിയുടെ ഒരു നിക്ഷേപമുള്ള സഭ, ഇത്രയേറെ പ്രേക്ഷിത ചൈതന്യമുള്ള ഒരു സഭ, ഇത്രയേറെ അജപാലകരെ ലോകമെമ്പാടും വിന്യസിച്ചിരിക്കുന്ന ഒരു സഭ, അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകണമെന്ന് പരിശുദ്ധ പിതാവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് 2 വിശുദ്ധർ ഒന്നിച്ച് നാമകരണം ചെയ്യപ്പെട്ടപ്പോൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചനും എബ്രാസ്യാമ്മയും നാമകരണത്തിൻ്റെ ചടങ്ങിന് ശേഷം ഒരു നന്ദി പ്രകാശനത്തിൻ്റെ കുർബാനയുണ്ട്. അത് അർപ്പിക്കുന്നത് സഭയുടെ തലവനാണ്, എന്ന് വെച്ചാൽ നമ്മുടെ സഭയുടെ തലവൻ. അങ്ങനെ കുർബാന അർപ്പിക്കാനുള്ള സമയം ലഭിച്ചപ്പോൾ അത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ നിർവഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പരിശുദ്ധ പിതാവ് അത് അനുവദിച്ചു. അത് കഴിഞ്ഞ ഉടനെ മറ്റ് ചിലരുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശുദ്ധ കുർബാന സാധിക്കുമെങ്കിൽ പരിശുദ്ധ പിതാവ് അർപ്പിക്കുന്ന ആ പ്രധാന അൾത്താരയിൽ തന്നെ അർപ്പിക്കാനും അവിടെ പരിശുദ്ധ പിതാവ് വന്ന് ഒരു സന്ദേശം നൽകാനുമുള്ള ഒരു അഭ്യർത്ഥന എഴുതി പരിശുദ്ധ പിതാവിന് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് രണ്ടും അനുവദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് മറുപടി തന്നു. അതുവരെയും പരിശുദ്ധ പിതാക്കന്മാർ മാർപ്പാപ്പന്മാർ അർപ്പിക്കുന്ന അൾത്താര മറ്റാർക്കും കൊടുക്കാറില്ലായിരുന്നു. നമുക്ക് കിട്ടിയ ഒരു വലിയ അങ്ങനെയുള്ള കുർബാനകൾ പ്രധാന അൾത്താരയുടെ പുറകിലുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അൾത്താര അല്ലെങ്കിൽ ചെയർ, വാൾട്ടർ ഓഫ് ദ ചെയർ ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ ആണ് അർപ്പിച്ചിരുന്നത്. നമുക്ക് വളരെയേറെ ജനങ്ങളുള്ളതുകൊണ്ട് ആ സ്ഥലം പരിമിതമാണെന്ന് അറിയിച്ചുകൊണ്ട് കത്തെഴുതി പരിശുദ്ധ അത് അനുവദിച്ചു. അത് അത്യുദാരമായ ഒരു അടയാളമാണ് നമ്മുടെ സഭയോടുള്ള കരുതലും. അതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതിലെന്നും നമുക്ക് പരിശുദ്ധാവിനോട് നന്ദി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാവ് നമ്മുടെ സഭയെ വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം കണ്ടുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനെയും നാം എന്നും നന്ദിയോടെ സ്മരിക്കണം.
ഈ മാർപ്പാപ്പ അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു ഓൺ ഗോയിങ് കാറ്റക്കീസിസ് കൊടുക്കാൻ ആദ്യം ജോയ് ഓഫ് ദ ഗോസ്പൽ തുടങ്ങി എല്ലായിടത്തും തുടങ്ങി, പിന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലേ ലൗദാത്തോസിയൊക്കെ എഴുതി, പിന്നെ പ്രകൃതി സംരക്ഷണം, ഇങ്ങനെ എല്ലാ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു കാറ്റക്കീസിസ്, ഒരു മതബോധനം വേണമെന്നും ടീച്ചിങ് കൊടുക്കണമെന്നും അത് മജിസ്റ്റീരിയം ഓഫ് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടിട്ട് ഞാൻ എപ്പോഴും ഓർക്കും ഒരു ഓൺ ഗോയിങ് കാറ്റക്കീസിസ്. മാർപ്പാപ്പനെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാലുണ്ടല്ലോ പല മേഖലകളിലുള്ള അറിവ് കിട്ടും, എൻവയോൺമെൻറ്റിനെ കുറിച്ച്, എക്കോളജിയെക്കുറിച്ച്. അപ്പം ഇപ്രകാരമുള്ളൊരു കാഴ്ചപ്പാട് മാർപ്പാപ്പയ്ക്ക് എങ്ങനെ ഇത് ജനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചുറാണി ടീച്ചർ പറഞ്ഞ ഓൺ ഗോയിങ് കാറ്റക്കിസം അത് വാസ്തവത്തിൽ ഇതിനു മുമ്പുള്ള പിതാക്കന്മാരിലും ഉണ്ടായിരുന്നു. ശൈലിക്ക് വ്യത്യാസമുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാക്രിക ലേഖനം എഴുതിയിട്ടില്ലാത്ത വിഷയങ്ങൾ ചുരുക്കമാണ്, അല്ലെങ്കിൽ അപ്പസ്തോലിക പ്രബോധനങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രബോധനങ്ങൾ നൽകുകയും അത് പ്രാവർത്തികമാക്കാനുള്ള സംവിധാനങ്ങൾ സെക്രട്ടേറിയറ്റുകൾ വഴി നടത്തുകയും ചെയ്യുക പരിശുദ്ധ പിതാവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു ജോൺ പോൾ രണ്ടാമൻ. എന്നിട്ട് അദ്ദേഹം ലോകം മുഴുവൻ സന്ദർശിച്ചു. അതൊരു ശൈലി. ബെനഡിക്റ്റ് പാപ്പായും അതുപോലെ തന്നെ പ്രബോധനങ്ങൾ നൽകുകയും മറ്റ് ഡിക്കാസ്ട്രികൾ വഴി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫ്രാൻസിസ് പാപ്പായിൽ നാം കാണുന്നത് സഭ മുഴുവനിലേക്കുമുള്ള അജപാലന ആഭിമുഖ്യം, പ്രബോധന ആഭിമുഖ്യം സ്വന്തം നേതൃത്വത്തിൽ എല്ലാ സഭ മുഴുവനും പ്രാവർത്തികമാക്കുകയാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് രക്ഷാകര ദൗത്യത്തിൻ്റെ പൊതു സ്വഭാവം അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യരക്ഷ എന്ന് പറയുമ്പോൾ മനുഷ്യരെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ നവീകരിക്കുന്ന ഒന്നാണ് കർത്താവായ യേശു മിശിഹായുടെ രക്ഷാകര ദൗത്യം എന്നുള്ളത് പരിശുദ്ധ പിതാവ് വ്യക്തമാക്കി. കാരണം മനുഷ്യൻ പാപം ചെയ്ത് തിന്മ ചെയ്ത് ദൈവത്തിനെതിരായിട്ടും സഹോദരങ്ങൾക്കെതിരായിട്ടും പ്രപഞ്ചത്തിനെതിരായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വളരെയേറെയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ പ്രകൃതിയുടെ സംരക്ഷണവും പരിശുദ്ധ പ്രത്യേകം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രകൃതിയെ ദുരുപയോഗിക്കാൻ പാടില്ല. ഈ ഭൂമിയെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പരിസ്ഥിതി പറയുകയാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, താപനിലയുടെ വ്യത്യാസം എല്ലാം ലോകത്തെ ഒരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപകടം ഉണ്ടാകാതിരിക്കണമെന്ന് വരുന്നത് മനുഷ്യൻ്റെ തിന്മയുടെ പ്രവർത്തനമാണ്. അതിനെയും രക്ഷിച്ച കർത്താവിൻ്റെ രക്ഷയുടെ പ്രവർത്തനങ്ങൾ അവിടെയും വ്യാപിക്കണം. ഇതാണ് പരിശുദ്ധ പിതാവിൻ്റെ കാറ്റക്കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അത് വ്യക്തികളിലും കുടുംബങ്ങളിലും സ്കൂളുകളിലും സന്യാസ സമൂഹങ്ങളിലും ആത്മായ സമൂഹത്തിൻ്റെ മധ്യത്തിലും ഇടവകകളിലും അതുപോലെ തന്നെ വൈദികരുടെയും സമർപ്പിതരുടെയും മെത്രാന്മാരുടെയും തലങ്ങളിലേക്കെല്ലാം വ്യാപിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ സന്ദേശം എപ്പോഴും പരിശുദ്ധ പിതാവ് കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അത് സൗഹൃദത്തിൻ്റെ ഐക്യത്തിൻ്റേതുമായ ഒരു അന്വേഷണം. ഈ വൈദികരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 4 സൗഹൃദങ്ങളാണ് ഉണ്ടാകേണ്ടത്. 1 ദൈവത്തോട്, 2 നിങ്ങളുടെ സ്വന്തം മെത്രാനോട്, പിന്നെ നിങ്ങളുടെ സഹവൈദികരോട്, 3 ദൈവജനത്തോട്. വളരെ ബാലൻസ്ഡ് വ്യൂ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സന്ദേശം നിരന്തരം വൈദികർക്ക് കൊടുക്കുന്നു, സമർപ്പിതർക്ക് കൊടുക്കുന്നു. ഇതേ സന്ദേശം ജനങ്ങൾക്കും കൊടുക്കുന്നു. അങ്ങനെയുള്ള രക്ഷയുടെ ആ വലിയ വിശാലമായ സ്വഭാവമാണ് സ്വന്തം വീക്ഷണത്തിൽ അല്ലെങ്കിൽ ദർശനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് എല്ലാവരുടെയും മധ്യത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് പരിശുദ്ധ പിതാവ് സ്വീകരിച്ചത്. അത് വിജയത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും ഇതിൻ്റെ ചുവട് പിടിച്ചായിരിക്കും ഇനി വരുന്ന മാർപ്പാപ്പമാർ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇനി വരുന്ന മാർപ്പാപ്പയിലേക്ക് വിരൽ ചൂണ്ടിയത് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണ ഈ മാർപ്പാപ്പന്മാർ മരിക്കുമ്പോൾ അവരുടെ ബാപ്റ്റിസം നെയും 3 പ്രാവശ്യം ചെവിയിലോതും ഇങ്ങനെയൊക്കെ ഞാനിവിടെയോ വായിച്ചിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് മാർപ്പാപ്പന്മാർ മരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി പത്രങ്ങൾ, അതൊക്കെ കൂടി ഒന്ന് വിശദീകരിക്കാമോ? പരമ്പരാഗതമായ ഒരു ശൈലി ഇപ്പോൾ സഭയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ടു പുട്ട് ദ ബോഡി ഇൻ എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രദർശനത്തിനായിട്ട് വയ്ക്കുക. അതിപ്പോൾ ഓരോ മാർപ്പാപ്പായുടെയും
ശുശ്രൂഷയുടെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള ഒരു സ്വഭാവമാണ് ആ ഈ മാർപ്പാപ്പ തൻ്റെ അടക്ക് വളരെ ലളിതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരീരം പ്രദർശിപ്പിക്കുന്നതിന് വെക്കുന്നത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ആ മൃതദേഹ സംസ്കാരം ഏകദേശം ഒരാഴ്ചയോളം അദ്ദേഹത്തിൻ്റെ ബോഡി ജനങ്ങളുടെ ദർശനത്തിനായിട്ട് വെച്ചിരുന്നു. കാരണം അത്രമാത്രം ജനങ്ങളെ ലോകമെമ്പാടും ആകർഷിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ബെനഡിക്റ്റ് പാപ്പായുടേതിന് അത്രയും ദിവസങ്ങൾ വെച്ചിരുന്നില്ല. ഇനിയിപ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ എത്ര നാൾ വയ്ക്കുമെന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരു ദർശനമുണ്ടാകും, ദർശനത്തിന് വയ്ക്കുന്ന ഒരു അവസരം ഉണ്ടാകും. പിന്നീട് ബോഡി വെച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാന, മൃതദേഹ സംസ്കാര ശുശ്രൂഷകൾ ഒക്കെ ആയിരിക്കും. സാധാരണഗതിയിൽ അതിനുശേഷം ഒരാഴ്ച ദുഃഖാചരണം കാണും. പിന്നീടായിരിക്കും അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സാധാരണഗതി. ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഓരോ പാപ്പായും അവരുടെ അടുത്ത ശുശ്രൂഷനോട്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോട് ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അവയൊക്കെ അദ്ദേഹം നേരിട്ടോ പരോക്ഷമായോ കർദിനാളന്മാരെ അറിയിച്ച് കാര്യങ്ങൾ നടത്തും. ഡിക്കാസ്റ്റുകളെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അതും അറിയിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. സാധാരണഗതിയിൽ നമ്മൾ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അടുത്ത കോൺക്ലേവ് വരുന്നു, പിന്നെ അടുത്ത പാപ്പ വരുന്നു. ആത്യന്തികമായിട്ട് സഭയെ പരിശുദ്ധാത്മാവാൻ നയിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു, അവരെ കഥ ഉപയോഗിക്കുന്നു, സഭയെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജനകീയ മുഖമായിരുന്നു. ബെനഡിക്റ്റ് പതിനാറാം വന്നപ്പോഴത്തേക്കും വലിയൊരു തിയോളജിയനും ഇച്ചിരി കർക്കശീകൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോൾ വീണ്ടും ഒരു ജനകീയ മുഖം. ഒരു അടുത്തതിനെക്കുറിച്ച് പിതാവിന് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിങ്ങനെ ഓരോ പാപ്പായുടെയും ശുശ്രൂഷയുടെ സവിശേഷതകൾ പറയുന്നുണ്ടെങ്കിലും അതിനിടയിലൂടെ ഒരു നൈരന്തര്യം അല്ലെങ്കിൽ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. ആ തുടർച്ച ഉണ്ടായിരിക്കും. ഒരു പാപ്പ ചെയ്ത കാര്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് മറ്റൊരു മാർപ്പാപ്പ വന്ന് ചെയ്യുന്നില്ല, ചെയ്യാൻ സാധിക്കുകയുമില്ല. കാരണം എല്ലാവർക്കും ഉള്ളത് ഒരേ വിശ്വാസമാണ്, ഒരേ ബൈബിൾ സന്ദേശമാണ്, ഒരേ സഭാ പാരമ്പര്യമാണ്. അതിനകത്തൊന്നും വെള്ളം ചേർക്കാൻ പറ്റില്ല. അതിനകത്ത് വെള്ളം ചേർത്താൽ അത് ക്രൈസ്തവ സഭയാകുകയല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം തുടരും. പക്ഷേ വ്യക്തിപരമായ ശൈലികൾ മാറിയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ശൈലി തന്നെ ആയിരിക്കണമെന്നില്ല അടുത്ത പാപ്പ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ ശൈലിയോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചിന്തകളുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു പാപ്പായുടെ ശുശ്രൂഷയുടെ ശൈലി അദ്ദേഹത്തിലൂടെ ഉരുത്തിരിയും. അങ്ങനെയാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് നമുക്ക് നൽകിയ സന്ദേശം നമുക്ക് ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാം. അദ്ദേഹത്തിൻ്റെ പാപ്പാ ശുശ്രൂഷയുടെ സവിശേഷതകൾ എത്രമാത്രം സഭയ്ക്ക് ധന്യമായ ഒരു അനുഭവമായിരുന്നെന്നോർത്ത് അദ്ദേഹത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ ദൈവത്തിനും നന്ദി പറയാം. ഇതുവരെ ഒരു പാപ്പാ ശുശ്രൂഷ സഭയ്ക്ക് നൽകിക്കൊണ്ട് സഭയെ ശക്തീകരിക്കുകയും സഭയെ ആനുകാലിക പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുകയും പുതിയ രൂപവും ഭാവവും കൊടുക്കുവാനായിട്ട് ഇടയാക്കുകയും ചെയ്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പാപ്പായെയും നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തുതി.